ഹായ് മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ സംബേസിക്കിൻ്റെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ മോൾ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഏതാടാ നോക്കിക്കോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജ് കോമ്പോസിഷനാണ്. ഓക്കെ, പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ടിലുള്ള ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് എത്ര പെർസെൻറ്റേജ് ആണ് ആ കോമ്പൗണ്ടിലുള്ളത് എന്നുള്ളതിനെയാണ് നമ്മൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ് നമ്മൾ മെയിൻലി മാസിൻ്റെ കേസിൽ മാസ് പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ പറയുക. സോ മാസ് പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഇൻറ്റു 100 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്, H2O ആണ് ഞാൻ എടുത്തിട്ടുള്ള കോമ്പൗണ്ട്. ഇതിൽ രണ്ട് ആൾക്കാരാണുള്ളത്, ഒന്ന് ഹൈഡ്രജൻ ആണ്, മറ്റൊന്ന് ആരാണടാ ഓക്സിജൻ ആണ്. റെഡി? അപ്പോൾ എനിക്ക് ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കാണണം. മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കാണണം. റെഡി അല്ലേ? അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട്. ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആണുള്ളത്. സോ 2 ഇൻറ്റു ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 1 ആണ്, ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട്. H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മോളാർ മാസ് 18 ആണ്. അത് ഇൻറ്റു 100 എന്ന് പറയുന്നതാണ് എന്ത് വരിക, ഈ ഒരു ഹൈഡ്രജൻ്റെ മാസ് പെർസെൻറ്റേജ് വരും. എടാ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര കിട്ടുക? 2 ഡിവൈഡഡ് ബൈ 18 അല്ലേ? അത് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 11.11% ആണ് നമുക്ക് മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കിട്ടുക അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എന്താണ് മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ വരിക? മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ അല്ലേ? എത്ര ഓക്സിജൻ ഉണ്ട് ഇതിൽ? H2O എന്ന് പറയുന്നതിൽ ഒരു ഓക്സിജൻ ആണുള്ളത്. സോ 1 ഇൻറ്റു അയാളുടെ മാസ് എത്രയാണ്? ദാറ്റ് ഈസ് 16. 1 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 18 ആണ് ഇൻറ്റു 100. റെഡി? അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എത്ര കിട്ടുക? 16 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 100 അല്ലേ? അപ്പോൾ ഏകദേശം 88.88 എന്ന് പറയുന്നതാണ് നമുക്കിവിടെ കിട്ടുക, അല്ലെങ്കിൽ 89. റെഡി? അതായത് ഈ രണ്ടെണ്ണം കൂടെ കൂട്ടിയാൽ ടോട്ടൽ 100 കിട്ടണം. ഈ 88 കിട്ടുന്നത് 88.89 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 മൈനസ് 11.11 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഞാനിവിടെ മറ്റൊരു കോമ്പൗണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതാണ് കോമ്പൗണ്ട് CH3OH. അപ്പോൾ ഇതിലുള്ള കാർബണിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, ഓക്സിജൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ടുപിടിക്കണം. റെഡി? അതിനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞു, അത് വെച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്യണം. റെഡി അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷനിൽ പറയാനുള്ളത്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഈ എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റംസ്. സപ്പോസ് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തു, C6H12O6. ആരാടാ C6H12O6? ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലൂക്കോസ്. എന്താ വിളിക്കുക? ഗ്ലൂക്കോസ്. റെഡി? അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് C6H12O6 ആണ്. അത് അയാളുടെ കറക്റ്റ് ഫോർമുലയാണ്. അങ്ങനെയുള്ള കറക്റ്റ് ഫോർമുല അല്ലെങ്കിൽ എക്സാക്റ്റ് ഫോർമുലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ ഫോർമുല. എടാ നിങ്ങൾ നോക്കിക്കേ, ഈ C6H12O6 ഇപ്പം ഇയാളുടെ മോളിക്കുലാർ ഫോർമുലയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി ഇയാൾ എനിക്ക് ഏറ്റവും സിമ്പിളാക്കി എങ്ങനെ എഴുതാൻ പറ്റൂടാ? എങ്കിൽ ഇയാൾ ഏറ്റവും സിമ്പിളാക്കിയിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? ഇയാൾ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? കാർബൺ 1, ഹൈഡ്രജൻ 2, ഓക്സിജൻ 1. ഇങ്ങനെയല്ലേ ഇയാൾ ഞാൻ സിമ്പിളാക്കിയിട്ട് എഴുതുക? അതായത് ഇയാളുടെ സിംപ്ലസ്റ്റ് ഫോർമുലയാണ്, ദാറ്റ് ഈസ് കോൾഡ് എംപിരിക്കൽ ഫോർമുല. റെഡി? അപ്പോൾ ഈ ഒരു എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് മോളിക്കുലാർ ഫോർമുലയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നതാണ്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അറിഞ്ഞു വെക്കുക. ഇവിടെയുള്ള ഈ N കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ N കിട്ടണമെന്നുണ്ടെങ്കിൽ മോളിക്കുലാർ ഫോർമുല മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല C6H12O6 ആണ്. അയാളുടെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 180 ഗ്രാം ആണ്. റെഡി? ഇനി C1H2O എന്ന് പറയുമ്പോൾ കാർബൺ 12, ഹൈഡ്രജൻ 2, 14 ആയി, ഓക്സിജൻ 16, ടോട്ടൽ 30 ഗ്രാമായി. റെഡി?
അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് എന്നിൻ്റെ വാല്യൂ എന്ത് കിട്ടണം? എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ ഫോർമുല 180, മോളിക്കുലാർ ഫോർമുല മാസ് 180 ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് 30. സോ എന്നിൻ്റെ വാല്യൂ 6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിലുള്ള എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് C1H2O1 ആണ്. ഇതാണ് എംപിരിക്കൽ ഫോർമുല. ആ എംപിരിക്കൽ ഫോർമുലയെ ഞാൻ ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് n. അപ്പോൾ എനിക്ക് കിട്ടുന്നതാണ് C6H12O6. അതാണ് അയാളുടെ മോളിക്കുലാർ ഫോർമുല. റെഡി? അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എന്താ, മോളിക്കുലാർ ഫോർമുല എന്താണെന്നുള്ളത് അറിഞ്ഞു. അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. പ്രോബ്ലം ഇതാണ്. An organic compound on analysis gave the following composition. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്, അത് അനലൈസ് ചെയ്ത സമയത്ത് ഓരോരോ പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. കാർബൺ എന്ന് പറയുന്നത് 40% ആണ്, ഹൈഡ്രജൻ എന്ന് പറയുന്നത് 6.6% ആണ്, ഓക്സിജൻ എന്ന് പറയുന്നത് 53.34% ആണ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല ഇഫ് ഇറ്റ്സ് മോളാർ മാസ് ഈസ് 90. അപ്പോൾ ഇയാളുടെ മോളിക്കുലാർ ഫോർമുല എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇയാളുടെ മോളാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. ശ്രദ്ധിച്ചോ? അപ്പോൾ ഇതിൽ ഈ ഒരു ടേബിൾ വരച്ചിട്ടാണ് നമ്മൾ ഇതിൽ പ്രോബ്ലം ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് എത്തുന്നത് ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ്. അപ്പോൾ ടേബിളിൽ തന്ന കാര്യങ്ങൾ, ഒന്നാമത് ആദ്യം നമ്മൾ ടേബിളിൽ എലമെൻറ്റ് ആരാണ് എന്നുള്ളത് എടുത്ത് എഴുതണം. നമുക്ക് തന്നിട്ടുള്ളത് കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അത് നമ്മളിവിടെ എഴുതി. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കാർബണിൻ്റെ പെർസെൻറ്റേജ് 40% ആണ്, ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.66% ആണ്, ഓക്സിജൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 53.34% ആണ്. അവിടെ ആ പെർസെൻറ്റേജ് എഴുതി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ അയാളുടെ അറ്റോമിക് മാസ് എഴുതണം. കാർബണിൻ്റെ അറ്റോമിക് മാസ് നമുക്കറിയാം 12 ആണ്, ഹൈഡ്രജൻ്റെത് 1 ആണ്, ഓക്സിജൻ്റെത് 16 ആണ്. റെഡി? നെക്സ്റ്റ് വണ് നമ്മൾ മോളാർ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. മോളാർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജിന് അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ ഒരു കോളത്തിലുള്ള ആളെ ഇയാളെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. അപ്പോൾ ഒന്ന് ചെയ്ത് എന്താ വരിക? എങ്ങനെ നമ്മൾ ചെയ്യുക? പെർസെൻറ്റേജ് 40 ഡിവൈഡഡ് ബൈ 12. റെഡി? ഇനി ഹൈഡ്രജൻ്റെത് 6.66 ഡിവൈഡഡ് ബൈ 1. ഇത് 53.34 ഡിവൈഡഡ് ബൈ 16. റെഡി? അപ്പോൾ അത് ഓരോന്നും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക? പറയടാ. 12 എന്ന് പറയാം. ഇത് ഏകദേശം എത്ര വരും? ഇത് ഡിവൈഡഡ് ബൈ 1 ചെയ്യുമ്പോൾ 6.66 തന്നെ. ഇനി ഈ 12 വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഇതിൻ്റെ വാല്യൂ വരുന്നത് 3.33 ആണ്. 3 12 36 വരും, പിന്നെ 40ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം 3.33. ഇത് ചെയ്താലും ഏകദേശം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3.33 ആണ്. റെഡി? ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സിംപ്ലസ്റ്റ് മോളാർ റേഷ്യോ കണ്ടുപിടിക്കണം. സിംപ്ലസ്റ്റ് മോളാർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ മോളാർ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട് 3.33, 6.66, 3.33. അതിൽ ചെറിയ വാല്യൂ ഏതാണോ അതുകൊണ്ട് ബാക്കി എല്ലാവരെയും നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമ്മുടെ കയ്യിലുള്ളത് 3.33 ആണ് വാല്യൂ. സോ 3.33നെ അതേ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3.33 തന്നെ ചെയ്യുന്നു. ഡൗട്ട് ഉണ്ടോ? ഇല്ല. രണ്ടാമത്തെ കേസിൽ നമ്മുടെ കയ്യിലുള്ളത് എത്രയാടാ? 6.66 ആണ്. അതിനെയും നമ്മൾ 3.33 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മൂന്നാമത്തെ കേസിൽ ആരാളുള്ളത്? അവിടെ 3.33 ആണുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 3.33 തന്നെ ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് വിച്ച് ഈസ് ഈക്വൽ ടു 1, ഇവിടെയോ വിച്ച് ഈസ് ഈക്വൽ ടു 2, ഇവിടെയോ വിച്ച് ഈസ് ഈക്വൽ ടു 1. റെഡി? അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള വാല്യൂ 1, 2, 1 അതെന്ത് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ തന്നെ അങ്ങോട്ട് എടുത്ത് എഴുതാം. ഇനി അത് ഇൻറ്റിജർ അല്ലായിരുന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു കേസിൽ നമുക്ക് ഇവിടെ കിട്ടിയത് 1.5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ അത് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ആ ഇതിലുള്ള എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2, 3, 2 എന്ന് എഴുതണമായിരുന്നു. റെഡി? അപ്പോൾ അത് ഇൻറ്റിജർ വരാത്തത് കൊണ്ട് അത് നമ്മൾ ഫ്രാക്ഷൻ വരാത്തത് കൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടി? ഇതിലുള്ള ഓരോ ആളുകളുടെയും കേസ് നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് എംപിരിക്കൽ ഫോർമുല എഴുതാൻ പറ്റും. കാർബൺ 1 ആണ്, ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ആണ്, ഓക്സിജൻ എന്ന് പറയുന്നത് 1 ആണ്. റെഡി? അപ്പോൾ കാർബൺ 1, ഹൈഡ്രജൻ 2, ഓക്സിജൻ 1 എന്ന് പറയുന്ന ഈ ഫോർമുലയാണ് ഏത് ഫോർമുല? ഇതാണ് ഇയാളുടെ എംപിരിക്കൽ ഫോർമുല. റെഡി?
പക്ഷേ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എംപിരിക്കൽ ഫോർമുല അല്ല, എന്ത് ഫോർമുലയാണ്? മോളിക്കുലാർ ഫോർമുലയാണ്. അപ്പോൾ ഈ എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് മോളിക്കുലാർ ഫോർമുല കിട്ടണം എങ്കിൽ മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? n കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കുക എങ്ങനെയാടാ? n കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എംപിരിക്കൽ ഫോർമുല മോളിക്കുലാർ ഫോർമുല മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? മോളിക്കുലാർ ഫോർമുല മാസ് എന്ന് പറയുന്നത് 90 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ CH2O എന്ന് പറയുന്നത് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എംപിരിക്കൽ ഫോർമുല 30 ആണ്. ഫോർമുല മാസ് 30 ആണ് വരിക. സോ എന്നിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. റെഡി? അപ്പോൾ എന്നിൻ്റെ വാല്യൂ 3 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും എനിക്ക് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റുക? മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു 3 ഇൻറ്റു എംപിരിക്കൽ ഫോർമുല എന്താ? CH2O ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നിന്നും എനിക്ക് മോളിക്കുലാർ ഫോർമുല എന്ത് എഴുതാൻ പറ്റും? C3H6O3 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. റെഡി അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഡൗട്ട് ഇല്ലല്ലോ? അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രോബ്ലംസ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ദെൻ ആ ഒരു ലിമിറ്റിംഗ് എംപിരിക്കൽ ഫോർമുല മോളിക്കുലാർ ഫോർമുല കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏത് ഭാഗം? നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റോഷ്യോമെട്രിക് കാൽക്കുലേഷൻ. ഏതാണ്? സ്റ്റോഷ്യോമെട്രിക് കാൽക്കുലേഷൻ. ഇത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ.